إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറയുകയുണ്ടായി യൂഷിക്കുൽ ഉമം അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അകലതു ഇലാ ഖസ്അതിഹാ ഇതാ അടുത്തു തന്നെ ആയിട്ടുണ്ട് മറ്റുള്ള വിഭാഗങ്ങൾ മറ്റുള്ള സമൂഹങ്ങൾ നിങ്ങൾക്ക് നേരെ ഭക്ഷണ തളികയിലേക്ക് തീറ്റക്കൊതിയന്മാർ കൈനീട്ടി വരുന്നത് പോലെ ക്ഷണിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിലേക്ക് മറ്റുള്ള സമൂഹങ്ങൾ ഇതാ വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബികൾ ഈ ദീനിന്റെ ഉത്തുംഗതയിൽ നിന്ന് അവർ ഏറ്റവും ഇജ്ജത്തിൽ നിന്നിരുന്ന അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ റസൂലേ, ഇങ്ങനെ ശത്രുക്കൾ ഞങ്ങൾക്ക് നേരെ വരാനുള്ള കാരണം അന്ന് മുസ്ലിമീങ്ങൾ ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാകുമോ, എണ്ണത്തിൽ കുറഞ്ഞതുകൊണ്ടായിരിക്കുമോ അവർ ഇങ്ങനെ വന്നെടുക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൽ അൻതും യൗമഇദിൻ കസീർ, അല്ല, നിങ്ങൾ അന്നേ ദിവസം ധാരാളം ഉണ്ടാകും, എണ്ണത്തിൽ ധാരാളമായി നിങ്ങൾ ഉണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പക്ഷേ നിങ്ങൾ ഉണ്ടാവുക മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകളെ പോലെ ഒരു ഉപകാരവുമില്ലാത്ത വസ്തുക്കളെ പോലെ ആയിരിക്കും ആവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും, നിങ്ങളുടെ ശത്രുക്കളുടെ നെഞ്ചുകളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഗാംഭീര്യം, നിങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. എന്നിട്ട് പറഞ്ഞു വലയഖ്സിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കും അൽ വഹ്ന, നിങ്ങളുടെ കൽബുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹനിനെ ഇട്ടുതരുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൽബുകളിൽ, മുസ്ലിമീങ്ങളുടെ കൽബുകളിൽ അല്ലാഹു തആല വഹനിനെ ഇട്ടുതരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു വമൽ വഹൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വമൽ വഹൻ, എന്താണ് വഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു ഹബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തിനോടുള്ള വെറുപ്പുമാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വഹൻ എന്നുള്ള രോഗത്തെ സംബന്ധിച്ച്. ഈ ഉമ്മത്തിന് ബാധിക്കുന്ന ഈ രോഗത്തെ സംബന്ധിച്ച് ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തിനോടുള്ള വെറുപ്പും നമ്മുടെ ഖൽബുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നിന്യതയല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിമിന്റെ ഇജ്ജത്തിനും ഷറഫിനും കോട്ടം തട്ടുന്ന കാര്യമാണ് ഒരു മുസ്ലിമിന്റെ ഉള്ളിൽ ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തിനോടുള്ള വെറുപ്പും കടന്നുകൂടിയാൽ. ദുനിയാവിനോടുള്ള ഇഷ്ടം, ദുനിയാവിന്റെ നിന്ദ്യതയും ദുനിയാവിന്റെ നിസ്സാരതയും ദുനിയാവ് നൈമിഷികമാണെന്ന് മനസ്സിലാക്കാത്ത ആളുകളുടെ ഉള്ളിലാണ് ആ ഇഷ്ടം കടന്നു കയറുക. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനോടുള്ള വിരക്തിയും ദുനിയാവിന്റെ നിന്ദ്യത വെളിപ്പെടുത്തിക്കൊണ്ടുമല്ലാതെ ദുനിയാവിനെ പറ്റി അല്ലാഹു തആല പരാമർശിച്ചിട്ടില്ല. എത്രയെത്ര ഉപമകളാണ് അല്ലാഹു തആല അതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞൊരു ഉപമ ഇന്നമാ മസലുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ഉപമ. ദുനിയാവിന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാഇൻ അൻസൽനാഹു മിനസ് സമാ,
ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന വെള്ളം പോലെ, മഴയെപ്പോലെ. ഫഖ്തലത ബിഹി, എന്നിട്ടതാ ആ വെള്ളം കൂടിക്കലർന്ന് ഭൂമിയുമായി. നബാതുൽ അർദ് മിമ്മാ യഅകുലുൻ നാസ് വൽ അൻആം, അങ്ങനെ കൂടിക്കലർന്നതാ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യർക്കും കന്നുകാലികൾക്കും തിന്നാൻ പാകമായ നിലക്കുള്ള ചെടികളും മറ്റും അതിൽ നിന്ന് മുളച്ചു വരുന്നു. ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റഫഹാ വസയ്യനത്, അങ്ങനെ ഭൂമി അതാ അതിന്റെ അലങ്കാരം കൊണ്ട് അത് അഴകാർന്ന അവസ്ഥയിലാകുന്നു. വ്യത്യസ്ത നിറങ്ങളുള്ള പൂവുകളും കായ്ക്കനികളും എല്ലാം വളർന്നു വരുന്ന ഒരവസ്ഥയിൽ ആ ഭൂമിയായിത്തീരുന്നു. വവന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ ഭൂമിയുടെ ആളുകൾ അവർ വിചാരിച്ചു പോകുന്നു, ഇതെല്ലാം നമുക്കുള്ളതാണ്, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്, ഇതിന്റെ പൂർണ്ണാധികാരം നമ്മുടെ കയ്യിലാണെന്ന് അവർ വിചാരിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ അതാ അല്ലാഹു തആല പറയുകയാണ്, അതാഹ അംറുനാ ലൈലൻ ഔ നഹാറാ, രാവോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ തീരുമാനം അവിടെ വന്നെത്തുന്നു. ഫജഅൽനാഹാ ഹസീദൻ കഅൻ ലം തഗ്ന ബിൽ അംസ്, ഇന്നലെ ഇങ്ങനെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് തോന്നിപ്പിക്കാത്ത വിധം അതിനെ നാം അതാ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. കദാലിക നുഫസ്സിലുൽ ആയാത്ത് ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്കതാ ദൃഷ്ടാന്തം നാം വിവരിച്ചു തരുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതേ സഹോദരങ്ങളെ, ദുനിയാവിന്റെ ഇച്ഛകളും ദുനിയാവിന്റെ ആഗ്രഹങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് നമുക്കെല്ലാം ലഭിക്കും, അതിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കുമെന്നുള്ള അവസ്ഥയിൽ നാം അതിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന വന്നെത്തുമ്പോൾ ഒന്നെങ്കിൽ നാം അതിനെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയല്ലാതെ ദുനിയാവിന്റെ അവസാനം ഉണ്ടാവുകയില്ല, ദുനിയാവിൽ നമ്മൾ വിട്ടുപോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത് ദാരിദ്ര്യം കാരണത്താൽ നശിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടില്ല. അവിടുന്ന് പറഞ്ഞൊരു വാക്ക് നോക്കൂ, സഹാബികൾക്ക് ധാരാളം സമ്പത്തും കാര്യങ്ങളും വന്നെത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് പറഞ്ഞ വാക്ക് നോക്കൂ, ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, അല്ലാഹുവാണ് നിങ്ങളുടെ മേലെ ഞാൻ ദാരിദ്ര്യത്തെയല്ല ഭയപ്പെടുന്നത്, നിങ്ങളുടെ മേലെ ഏറ്റവും ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കെ തന്നെ ആ ദാരിദ്ര്യം കൊണ്ട് ഈ ഉമ്മത്ത് നശിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതാണ്, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതാണ്. കമാ ബുസ്തത് അലാ മൻ ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളുടെ മേലെ വിശാലമായതുപോലെ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, അവർ മത്സരിച്ചതുപോലെ നിങ്ങളും അതിന് പിന്നാലെ മത്സരിക്കുമെന്നതാണ്. വതുഹ്ലികകും കമാ അഹ്ലകത്ഹും, ആ ദുനിയാവ് അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെ നശിപ്പിക്കുമെന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിനോടുള്ള ഇഷ്ടം നമ്മുടെ കൽബിൽ കയറിക്കഴിഞ്ഞാൽ അത് വഹൻ എന്നുള്ള രോഗത്തിന് കാരണമാവുകയും നമ്മുടെ നിന്ദ്യതയിലേക്കല്ലാതെ നയിക്കുകയുമില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹനിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, കറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോടുള്ള വെറുപ്പ്. സഹോദരങ്ങളെ, നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത, നമുക്കൊരിക്കലും തടയാൻ സാധിക്കാത്ത, നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ജനിച്ചാൽ യോഗ്യനായിത്തീരുന്ന മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ, അതെ, ഓരോരുത്തരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും, പിന്നെ നമ്മുടെ അടുക്കിലേക്ക് അവർ മടക്കപ്പെടുന്നതുമാണ്. എന്നാൽ പ്രകൃതിയാ തന്നെ മനുഷ്യന് മരണത്തിനോടൊരു ഇഷ്ടക്കേടുണ്ട്, മരണത്തിനോട് വെറുപ്പും ഭയവും മനുഷ്യന് പ്രകൃതിയാവുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? ഇതേ ചോദ്യം ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കറാഹിയത്തുൽ മൗത്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു മൻ കരിഹ ലിഖാ വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു, ആരാണോ അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അവനെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇഷ്ടപ്പെടും. ആരാണോ അല്ലാഹുവിനെ കാണാൻ വെറുക്കുന്നത് അവനെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും വെറുക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായും ചിന്തിച്ചു, അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോകണം, മരണത്തിന് ശേഷമാണത്, മരണത്തിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ നബിയെ, കറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോടുള്ള വെറുപ്പോ? അപ്പോ ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മരണത്തിനോടൊരു ഇഷ്ടക്കേടുണ്ടല്ലോ, മരണത്തെ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലല്ലല്ലോ ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം വ്യക്തമാക്കി കൊടുത്തു, ലൈസ കദാലിക്, നീ ചിന്തിച്ച പോലെയല്ലാതെ, അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം. വലാകിന്നൽ മുഅ്മിൻ, പക്ഷേ ഒരു മുഅ്മിൻ, ഇദാ ബുശിറ ബിറഹ്മത്തില്ലാഹ് വറിദ്വാനിഹി വജന്നതിഹി, ഒരു മുഅ്മിൻ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും
അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും അവന് ലഭിക്കുന്ന സ്വർഗത്തെ കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമ്പോൾ അവൻ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടും, അള്ളാഹു അവനെ കാണാനും ഇഷ്ടപ്പെടും. വൈനൽ കാഫിർ, എന്നാൽ ഒരു കാഫിറോ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസഖതിഹി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും കോപത്തെക്കുറിച്ചും അറിയിക്കപ്പെടുമ്പോൾ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കാണാൻ അവന് വെറുപ്പായിരിക്കും. വകരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കാണാൻ അപ്പോൾ അള്ളാഹുവും വെറുക്കുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, മരണത്തിനോടുള്ള ഇഷ്ടക്കേട് നമുക്കുണ്ടാകും. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം അവന്റെ ജീവിതത്തിൽ അവന്റെ ഈമാനിൽ സത്യസന്ധത പുലർത്തിയത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്ത വാഗ്ദാനം, അവനൊരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് നേടാനുള്ള പോക്കാണ് മരണമെന്നറിയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം, അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മരണത്തിനോടുള്ള വെറുപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. നോക്കൂ, ഒരു കാഫിർ അവന്റെ അവസ്ഥ എന്താണ്? ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കാഫിറാണെങ്കിലും മരണത്തിന് ശേഷം അവന് താക്കീത് ചെയ്തിട്ടുള്ള ശിക്ഷകളെ വെച്ച് നോക്കുമ്പോൾ അതെത്രയോ ഭേദമുള്ള കാര്യമായിരിക്കും. അവൻ ദുനിയാവിലേക്ക് മടങ്ങാനാണ് ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ വെറുക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് ദുനിയാവിലെ ഏറ്റവും ആസ്വാദനങ്ങളിൽ നാം മുഴുകിയാലും അതിനേക്കാൾ വലുതാണ് അല്ലാഹു തആല പരലോകത്ത് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ദുനിയാവിനോടുള്ള ഇഷ്ടം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അത് വിട്ടേച്ചു പോകുന്നതിൽ നമുക്ക് വിഷമമുണ്ടാകുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ മരണത്തിനോട് വെറുപ്പുണ്ടാകുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമുക്കുണ്ടാകാൻ പാടില്ല. ദുനിയാവ് വിട്ടേച്ചു പോവുകയാണല്ലോ എന്ന നിലക്കുള്ള മരണത്തിനോടുള്ള വെറുപ്പ് നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ എന്ന നിലക്കാണ് മരണത്തെ നാം കണ്ടെത്തേണ്ടത്. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ, ദുനിയാവിനോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ മരണത്തിനോടുള്ള വെറുപ്പും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് വഹ്നാൻ, അത് ഈ ഉമ്മത്തിന്റെ രോഗമാണ്. അത് നിന്ദ്യതയിലേക്കല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് അകൽച്ചയിലേക്കല്ലാതെ അത് വഴി കാണിക്കുകയില്ല. അതുകൊണ്ട് പരിശോധിക്കുക, നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിലാക്കിയെടുക്കുക, ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയിലാക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഈമാനിൽ നാം എപ്പോഴും പരിശോധിക്കേണ്ട കാര്യമാണ്. കാലദൈർഘ്യം കൊണ്ട്, അല്ലെങ്കിൽ കാലം കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട പ്രായം കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതായി വർദ്ധിച്ചു വരുമ്പോൾ, പ്രായം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഖൽബിനെ ബാധിക്കുന്നത് എന്ന്. ദുനിയാവിനോടുള്ള ഇഷ്ടമാണോ വർദ്ധിക്കുന്നത്, അതല്ല അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണോ വർദ്ധിക്കുന്നത്? ഈ ഒരു ഹദീസ് നാം എല്ലാവരും ചിന്തിക്കേണ്ട, ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ നമുക്ക് കാണാം, ഇഖ്തറബത്തിസ് സാഅ, അതാ അന്ത്യനാൾ അടുത്തിട്ടുണ്ട്, അന്ത്യനാൾ അടുത്തിട്ടുണ്ട്. അന്ത്യനാളിലേക്കുള്ള അവസാനത്തെ ഉമ്മത്താണ് നാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. അതിലേക്ക് ഇതാ ഈ ലോകം അടുത്തുകൊണ്ടിരിക്കുന്നു. ولا يزداد الناس على الدنيا حرصا ولا يزدادون من الله إلا بعدا. ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അവർക്കതാ ദുനിയാവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കുന്നു എന്നല്ലാതെ, അള്ളാഹുവിനോടുള്ള അകൽച്ച വർദ്ധിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നറിയിക്കുകയാണ്. അതെ, അന്ത്യനാൾ അടുക്കുമ്പോൾ, നമ്മുടെ മരണത്തിലേക്ക് നാം അടുക്കുമ്പോൾ, കാലദൈർഘ്യം സംഭവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്? ഇനിയും ദുനിയാവിനോടുള്ള ഇഷ്ടം ഖൽബിൽ നിറയുന്ന അവസ്ഥയാണോ, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണോ എന്ന് നാം പരിശോധിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത, മുസ്ലിം വ്യക്തികൾക്കാവട്ടെ സമൂഹത്തിനാവട്ടെ നിന്ദ്യതയിൽ എത്തിച്ചേരുന്ന വഹൻ എന്ന രോഗത്തിൽ നിന്ന്, ദുനിയാവിനോടുള്ള ഇഷ്ടത്തിൽ നിന്നും മരണത്തെക്കുറിച്ചുള്ള വെറുപ്പിൽ നിന്നും നാം രക്ഷ തേടുക. അതിനുള്ള മാർഗങ്ങൾ നാം കണ്ടെത്തുക, നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, ദുനിയാവിനോട് വിരക്തിയുള്ള, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.